ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ തലയിലുണ്ടാകുന്ന പേനും ഈരും ഒക്കെ ഒരുപോലെ തന്നെ ഒറ്റ യൂസ് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം പേനൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഈ ഒരൊറ്റ യൂസ് തന്നെ നിങ്ങളുടെ തലയിലുള്ള പേനും ഈരിൻ്റെ ചാടിയൊക്കെ ഉണ്ടാവില്ലേ, ഒക്കെ മുഴുവനായിട്ടും ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. നമ്മളെ തല നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതായത് കടുകെണ്ണ. എല്ലാവരുടെ വീട്ടിലുണ്ടാവുമോ എന്നറിയില്ല. അപ്പോൾ മസ്റ്റാർഡ് ഓയിലാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു സ്പൂൺ അളവിൽ മസ്റ്റാർഡ് ഓയിൽ എടുക്കുക. അപ്പോൾ ഈ ഒരു ഓയിൽ നമുക്ക് മുടിയിലിട്ട് കഴിഞ്ഞാലൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ തണുപ്പ് കാലത്തൊക്കെ കയ്യിലും കാലിലൊക്കെ തേക്കുകയാണെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവുന്നതൊക്കെ തടയാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അച്ചാറൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ ഈ ഒരു എണ്ണ വെച്ചിട്ട് അച്ചാറൊക്കെ ഇടുകയാണെങ്കിൽ അച്ചാർ ഒരുപാട് കാലം കേടാവാതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് ഇവർ ഈ ഒരു ഓയിൽ വെച്ചിട്ടാണ് അവരെ മുഴുവൻ ഫുഡും ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു നമ്മളെ കേരളത്തിലുള്ളവർക്ക് എന്ന് പറയുമ്പം അതിനൊരു ടേസ്റ്റ് പിടിക്കില്ല, ഭയങ്കര ഒരു മണമാണ്, ഈ ഒരു ടേസ്റ്റ് പിടിക്കില്ല. ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് കാരണമാണ് നമ്മളെ തലയിലുള്ള ഈരും പേനൊക്കെ മുഴുവനായിട്ടും അങ്ങ് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ. അപ്പം ഇതിലേക്ക് ഒരു സാധനം കൂടി വേണം, ഒരു കർപ്പൂരാണ് കേട്ടോ വേണ്ടത്. അപ്പം ഒരു കർപ്പൂരം എടുത്തിട്ടൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇത് കൈ കൊണ്ട് പൊടിക്കാൻ നോക്കിയിട്ട് പൊടിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തെങ്കിലും ഒരു പേപ്പറിൽ വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു പൊടിയാണ് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഒറ്റൊരു കർപ്പൂരം മതി കേട്ടോ, അധികമൊന്നും വേണ്ട, ഒറ്റൊരു കർപ്പൂരം മതി. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഒരു കർപ്പൂരവും ഈ ഒരു എണ്ണയും കൂടെ ചേർന്നാൽ ഭയങ്കര ഒരു കുത്തുന്ന സ്മെല്ലാണ് കേട്ടോ. അപ്പം ഈ ഒരു സ്മെല്ല് കാരണം നമ്മൾ തലയിൽ പിന്നെ ഇത് നമ്മൾ തലയിലേക്ക് ഇടുമ്പം ഈ ഒരു പേന പിന്നെ തലയിൽ നിൽക്കില്ല. പേന ആയാലും ഈരായാലും ഒക്കെ തന്നെ ചത്തു പോകും കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പഞ്ഞി എടുത്തിട്ട് നമ്മൾ മുടി നന്നായിട്ട് വകഞ്ഞ് മാറ്റിയിട്ട് അത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തുണി വെച്ചിട്ട് തന്നെ തലേൻ്റെ എത്തിക്കുന്നത് എല്ലാ സൈഡിലും എത്തുന്ന രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ മുഴീൻ്റെ ഇഴയിലെയും തേക്കാൻ വിട്ടു കേട്ടോ. അപ്പോൾ ഇഴയിലായിരുന്നല്ലോ നമ്മളെ ഈര് പറ്റി പിടിച്ചെടുക്കുക. അപ്പം മുടീൻ്റെ ഇഴയിലും ഇതൊന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട്, 1/4 മണിക്കൂർ മാത്രം തലയിൽ വെച്ചാൽ മതി, അധിക സമയം വെക്കേണ്ട. 1/4 മണിക്കൂർ തലയിൽ വെച്ചിട്ട് ഇതേപോലത്തെ പേൻചീർപ്പോ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും അടുത്തടുത്ത പല്ലുള്ള ചീപ്പോ വെച്ചിട്ട് ചീകിക്കളി കേട്ടോ. അത് എന്നിട്ടൊരു തുണി വിരിച്ചു കൊടുക്കുക. അതിലേക്ക് ചീകിക്കളിയാണെങ്കിൽ ഇതേപോലെ പേനും ഈരൊക്കെ തുണീൻ്റെ അകത്തേക്ക് വീണെടുക്കുന്നുണ്ടാവും. പിന്നിട്ട് നമുക്ക് നോർമൽ ഷാമ്പൂ അല്ലെങ്കിൽ ചെമ്പരത്തി തടി ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. 100% റിസൾട്ട് കിട്ടും. പിന്നെ നിങ്ങളുടെ തലയിൽ ഈരും പേനും ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പം താങ്ക് യു.